കത്തോലിക്ക സഭയിലെ പ്രമുഖ വിശുദ്ധരിൽ ഒരാളായ സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിന് ഭർത്താവിന്റെ വേർപാടിന് ശേഷം ഈശോയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ഒട്ടനവധി ദർശനങ്ങൾ ലഭിക്കുകയുണ്ടായി. ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച ഈ സ്വകാര്യ വെളിപാടുകൾ ഇന്നും ആധുനിക ലോകത്തിന് വലിയ ആത്മീയ പ്രത്യാശ നൽകുന്നതാണ്. വിശുദ്ധയെ പോലെ തന്നെ ഏറെ പ്രശസ്തമാണ് ഈശോ വിശുദ്ധ ബ്രിജിറ്റിന് പങ്കുവച്ച ആത്മീയ വെളിപാടുകളടങ്ങിയ റെവലേഷൻ ഓഫ് സെയിന്റ് ബ്രിജിറ്റ് എന്ന പുസ്തകം. തന്നോട് സ്നേഹമുള്ള ഓരോ മനുഷ്യനോടും ക്രിസ്തുവിന്റെ ആഴമേറിയ സ്നേഹത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ സഭയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്ട് 16 മാർപ്പാപ്പയും അടക്കമുള്ള സഭാ തലവന്മാരും അടിവരയിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2010 ബെനഡിക്ട് 16 മാർപ്പാപ്പ തന്റെ പൊതു കൂടിക്കാഴ്ചയിൽ വിശുദ്ധ ബ്രിജിറ്റിന്റെ വെളിപാടുകളിൽ നിന്ന് എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇതാണ്: എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ആടുകളെ ഞാൻ അത്രയധികം ആർദ്രമായി സ്നേഹിക്കുന്നു. സാധ്യമായിരുന്നെങ്കിൽ മാനവരാശിയുടെ മുഴുവൻ രക്ഷയ്ക്കായി ഞാൻ സഹിച്ച അതേ കുരിശുമരണം നിങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടി മാത്രമായി വീണ്ടും വീണ്ടും ഞാൻ സഹിക്കുമായിരുന്നുവെന്നാണ് ഈശോ വിശുദ്ധ ബ്രിജിറ്റിന് വെളിപ്പെടുത്തിയത്. ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ട ഈ സന്ദേശം ഇന്നും ഓരോ വിശ്വാസിക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി കുരിശിൽ മരിച്ച ക്രിസ്തു തന്നോട് സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം വേണമെങ്കിലും വീണ്ടും കുരിശിൽ മരിക്കാൻ തയ്യാറാണെന്ന സത്യം അവിടുത്തെ അതിരറ്റ സ്നേഹത്തിന്റെ തെളിവാണ്. തന്റെ അതിരറ്റ സ്നേഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈശോ വിശുദ്ധ ബ്രിജിറ്റിലൂടെ മറ്റൊരു ആഹ്വാനം കൂടി നൽകിയിട്ടുണ്ട്. എന്റെ മകളെ, ഞാൻ നിന്നെ എനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാൾ ഉപരിയായി നിന്റെ മുഴുവൻ ഹൃദയത്തോടെ എന്നെ സ്നേഹിക്കുക എന്നതായിരുന്നു അത്. നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവും നൽകി അവിടുത്തെ തിരികെ സ്നേഹിക്കാൻ നാം തയ്യാറാകണമെന്നുമാണ് ഈ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈശോ നൽകിയ ഈ സ്നേഹ സന്ദേശം കാലഘട്ടങ്ങൾക്കപ്പുറം ഓരോ മനുഷ്യനും വീണ്ടും വീണ്ടും കേൾക്കേണ്ട ഒന്നാണ്.